प्रभु के नाम की स्तुति हो। इस अच्छे समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। मत्ती का सुसमाचार का एक आउटलाइन बोल सकते हैं, नहीं तो छोटा सा एक ओवरव्यू जो है हम लोग देखने के लिए जा रहे हैं आज से। മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു പഠനമല്ലെങ്കിലും അല്പമായി നമുക്ക് ഈ സുവിശേഷത്തെ ഗ്രഹിച്ചു പോകാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. मैथ्यू गॉस्पल जो है हम लोग पढ़ रहे हैं ना, तो ये सुसमाचार हम सबको आशीष का कारण होने दो. हम लोग जो है आज मैथ्यू गॉस्पल का विषय क्या है और मैथ्यू गॉस्पल का कुछ हाइलाइट्स को जो है हम लोग आज के क्लास में हम लोग देखेंगे. जिस तरह आप देख सकते हैं इस पिक्चर में, अगर आप देख सकते हैं तो ये पिक्चर में मत्ती का सुसमाचार जो है यहाँ पर आता है. इविडाണ് മത്തായി എഴുതിയ സുവിശേഷം വരുന്നത്. लेकिन इससे पहले बहुत कुछ बातें हुआ है. ഇതിനു മുൻപ് ഒത്തിരി പല കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ആ നടന്ന കാര്യങ്ങൾ അല്പമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ മത്തായി എഴുതിയ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. मत्ती का सुसमाचार अगर हमको समझना है तो ये जो पीछे हो गया हुआ बातों को जो है हमें अच्छी तरह समझने की ज़रूरत है. എന്താണ് ആദ്യമേ നടന്നത്? सबसे पहले क्या हुआ? ആദമും അവയും പാപത്തിൽ വീണു. आडम एंड ईव पाप में गिर गए. गिरने के बाद परमेश्वर ने अब्राहम से, नहीं तो अब्राहम से कहने से पहले परमेश्वर ने वादा किया कि स्त्री का संतान सांप के सर को कुचलेगा. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഓക്കെ, ആ വാഗ്ദത്തം ഈ ആദം അവ വീണ് കഴിഞ്ഞപ്പോൾ കർത്താവ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടടുത്ത് കഴിയുമ്പോൾ ദൈവം अब्राहमिനെ വിളിക്കുന്നതായിട്ട് കാണാൻ കഴിയും. परमेश्वर फिर अब्राहम को बुलाता है और अब्राहम के जरिए से परमेश्वर कहता है कि मैं तेरे वंश के जरिए से पृथ्वी के तमाम लोगों को आशीष देने के लिए जा रहा हूं. അബ്രഹാമിനെ വിളിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തത്, നീ മൂലം ഭൂമിയിലുള്ള സകലരെയും ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അല്ലേ? ജല നിക്കാലിയ ജെനസിസ് ചാപ്റ്റർ 12 വേഴ്സസ് 3. ഉത്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യം നമുക്കവിടെ കാണാൻ കഴിയും. ഓക്കെ, ഉത്പത്തി 12:3. അതിനുശേഷം ഉത്പത്തി 22:18. उसके बाद जेनेसिस चैप्टर 22 वर्सेस 18. जेनेसिस 22:18. तो अब्राहम से परमेश्वर वादा करता है कि तेरा संतान के जरिए से मैं ब्लेस करने के लिए दुनिया के तमाम लोगों को ब्लेस करूंगा. ओके, अब्राहम से. उसके बाद हम लोग आते हैं मोसेस जो है, परमेश्वर ने उसको 10 कमांडमेंट्स दिए, 10 കൽപ്പന കൊടുത്തു മോശയ്ക്ക്. और जो ഇസ്രായേൽ के लोग मिस्र में बंदीकरण में थे, മിസ്രൈമിലായിരുന്ന ഈ മക്കളെ, ഇസ്രായേൽ മക്കളെ വിടുവിച്ച് താൻ വെളിയിൽ കൊണ്ടുവന്നു. उनको बाहर लेके आया और इस्राइल बड़ा एक नेशन बन गया, जिसमें हम लोग देखते हैं സൗൾ, ഡേവിഡ്, ശോളമൻ 3 രാജാക്കന്മാർ ഭരിച്ചു ആ ദേശത്തെ. ആദ്യത്തെ രാജാവായിരുന്നു ശൗൽ, പഹല രാജാത്ത സൗൽ. രണ്ടാമത്തെ ദാവീദ്. 3 ശലോമോൻ രാജാവ്. दावीदनोട് ദൈവം വാഗ്ദത്തം പറഞ്ഞു. दाऊद से परमेश्वर ने वादा किया कि मैं तेरे संतान को जो है राजगद्दी दूंगा और उसका राज्य कभी खत्म नहीं होगा. ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്, ഞാൻ നിന്റെ സന്തതിയെ ഒരിക്കലും തീരാത്ത രാജ്യം കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. 2 ശമൂവേൽ ചാപ്റ്റർ 7 वर्सेस 12 ऑनवर्ड्स जब हम लोग पढ़ेंगे तो ये बात को देख सकते हैं. 2 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. ദൈവം ദാവീദിനോട്
ഈ വാഗ്ദത്തം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ദാവീദിൻ്റെ സന്തതി ഒരിക്കലും നീങ്ങാത്ത, ഒരിക്കലും തീരാത്ത ഒരു രാജ്യം ദാവീദിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഓക്കെ, അപ്പോൾ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 22:18 നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ദാവീദിനോട് വാഗ്ദത്തം ചെയ്തു, ഒരിക്കലും നീങ്ങിപ്പോകാത്ത രാജ്യം. ഓക്കെ, സോ ദോ വേഴ്സസ് आपके मन में रखना है. You have to remember two verses. One is Genesis 22:18, ഉൽപ്പത്തി പുസ്തകം 22:18, and second verses 2 Samuel chapter 7 verses 12 to 14. So two very important events, Abraham and David. അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് കഴിഞ്ഞു, പല രാജാക്കന്മാർ ഭരിച്ചു. പിന്നെ നമുക്കറിയാം അവസാനം प्रवासത്തിലേക്ക് പോയി. हमको पता है फिर उसके बाद क्या हुआ. बहुत सारे राजाओं ने वहाँ पर राज्य किया. उसके बाद इसराइल के लोग जो हैं वो बंदुआई पर चले गए, एक्साइल पर चले गए, राइट. फिर 400 साल का एक साइलेंट पीरियड को देख सकते हैं. 400 വർഷത്തെ ഒരു സൈലന്റ് പീരിയഡിനെ നമുക്ക് കാണാൻ കഴിയും. സോ വി ഹാവ് ടു ഗോ ബാക്ക് to the Old Testament to understand Gospel of Matthew. മത്തായി എഴുതിയ സുവിശേഷം മനസ്സിലാക്കണമെങ്കിൽ ഈ പഴയ നിയമത്തിലുള്ള ഈ സംഭവത്തെ നമ്മൾക്കൊന്നും മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമുണ്ട്. പാപത്തിൽ വീണ മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് ഉൽപ്പത്തി 3:15. പാപ് മേ ഗിരാ ഹുവ ഇൻസാൻ കോ ദുബാര छुटकारा देने के लिए परमेश्वर ने वादा किया. जेनेसिस चैप्टर 3 वर्सेस 15. क्या वादा किया? स्त्री का संतान सांप के सिर को कुचलेगा. ओके, एंड उसके बाद अब्राहम को वादा किया कि तेरे वंश से, ओके, पृथ्वी के सारे लोग आशीषित पाएंगे. നിന്റെ സന്തതി മൂലം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പിന്നെ കാലങ്ങൾ, മോശയുടെ കാലം കഴിഞ്ഞു. അതിനുശേഷം ദാവീദിന്റെ കാലഘട്ടത്തിൽ ദൈവം വീണ്ടും വാഗ്ദത്തം പറഞ്ഞു, നിന്റെ സന്തതിക്ക് നിലനിൽക്കുന്ന എന്നേക്കുമുള്ള രാജ്യം ഞാൻ കൊടുക്കും. परमेश्वर ने फिर दाऊद से वादा किया, हमेशा एक राजगद्दी मैं उसको दूंगा जो कभी खत्म नहीं होगा. So here we can see Abraham and David, ഈ രണ്ട് പേരോട് ദൈവം വാഗ്ദത്തം ചെയ്ത്, so we are waiting for the seed to come. ആ വരാനുള്ള ആ സ്ത്രീയുടെ സന്തതിക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? उस स्त्री के संतान के लिए हम लोग वेट कर रहे हैं. वी आर वेटिंग फॉर द सीड. सो इज इट अब्राहम सन ഐസക്? നോ. ഇസ് ഇറ്റ് ഡേവിഡ് സൺ സോളമൻ? നോ. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കാണോ? അല്ല. ദാവീദിന്റെ മകൻ സോളമൻ ആണോ? അല്ല. ശലോമൻ അല്ല. പിന്നെ ആരാണ് ഈ സ്ത്രീന്റെ സന്തതി? പിശാചിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതി ആരാ? कौन है जो शैतान के सिर को कुचलने वाला स्त्री का संतान कौन है? Who is that? So Old Testament is waiting for the Messiah. പഴയ നിയമം ആ മെഷിയായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Now Matthew Gospel हमको ये बताता है. First verse, chapter 1 verses 1. ഒന്നാം അധ്യായത്തിന്റെ 1-ാം വാക്യം. कोई भी जरा हिंदी और मलयालम में जरा पढ़ी. മത്തായി 1:1. Matthew chapter 1 verses 1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ. വായിക്കട്ടെ. ആദ്യം മലയാളത്തിൽ വായിച്ചു, പിന്നെ ഹിന്ദിയിൽ, അങ്ങനെ പോകാം നമുക്ക്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. हिंदी में जरा पढ़िए उसे. अब्राहम की संतान, दाऊद की संतान, यीशु मसीह की वंशावली. देखिए, अब्राहम का संतान, दाऊद का संतान, യേശു മസീഹ് की വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങിയത്? ക്യൂ ഐസ ശുരു കിയ? യോസഫ് ക ബേട്ട കർക്കെ ബോൾ സക്താ താ. യോസഫിന്റെ മകൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷെ അങ്ങനല്ല. മറിയയുടെ മകൻ എന്ന് പറഞ്ഞ് തുടങ്ങാമായിരുന്നു, പക്ഷെ അങ്ങനല്ല. എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങിയത്? നമ്മളെ പുറോട്ട് കൊണ്ടുപോവുകയാണ് മത്തായി ചെയ്യുന്നത്. മാത്യു ക്യാ കർ रहा है? हमें पीछे की ओर लेके जा रहा है. Matthew is taking us back to the Old Testament.
Okay, that is what we have to understand. Matthew is taking us back to the Old Testament. परमेश्वर ने अब्राहम को जो कहा और मूसा दाऊद से जो कहा, ഹിയർ ഇസ് ദി അറൈവൽ ഓഫ് ദാറ്റ് സൺ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞതും പിന്നെ ദാവീദിനോടും പറഞ്ഞ ആ മകൻ ഇതാ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏത് സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴും. सो ये बैकग्राउंड हमें समझना बहुत ज़रूरी है. कोई भी सुसमाचार जब हम लोग पढ़ेंगे तो वी शुड अंडरस्टैंड द ഗോസ്പൽ ഇസ് നോട്ട് എ ന്യൂ ന്യൂസ്. സുവിശേഷം എന്നുള്ളത് ഒരു പുതിയ വാർത്തയല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ ഓൾഡ് ന്യൂസ്. ഗോഡ് ഹാസ് ഓൾറെഡി പ്രോമിസ്ഡ് us in the Old Testament. Okay, this is the first thing that you have to learn. God has already promised us in the Old Testament. ദൈവം നമുക്ക് പഴയ നിയമത്തിൽ ഓൾറെഡി വാഗ്ദത്തം ചെയ്തതാണ്. അപ്പോൾ വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവൃത്തിയാണ് യേശു ക്രിസ്തു. परमेश्वर ने जो वादा किया था वो वायदे का फुलफिलमेंट है जीसस क्राइस्ट. सो गॉस्पल इज नॉट a new news, it is a promise which has been fulfilled. സുവിശേഷം ഒരു പുതിയ വാർത്തയല്ല, ദൈവം മുൻ കരുതിയതും മുൻ പറഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ്, ലൈക്ക് ഐ ടോൾഡ് യു ബിഫോർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 2-ാം അധ്യായം ഒന്നുമില്ല നോക്കാൻ പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ എന്താണ് ഹൈലൈറ്റ്, അല്ലെങ്കിൽ എന്താണ് ആ മത്തായി എഴുതിയ സുവിശേഷം എന്താണ് നമ്മളെ പറയുന്നത്, അറിയിക്കുന്നത്, ആ കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. आज हम लोग जो सीखने के लिए जा रहे हैं, मैथ्यू गॉस्पल हमको कुल मिला के क्या सिखाता है, वो जो है हम लोग सबसे पहला देखने के लिए जा रहे हैं. ठीक है, तो फर्स्ट ऑफ ऑल हम लोग देखने के लिए जा रहे हैं इस मैथ्यू जो है ओल्ड टेस्टमेंट और न्यू टेस्टमेंट को जोड़ता हुआ हम लोग देख सकते हैं. ओके, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂടെ കോർത്തിണച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, മത്തായി 1:1 നോക്കിക്കേ, അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് പഴയ നിയമമായിട്ട് ബന്ധമുണ്ട്. जब भी हम लोग पहला अध्याय इसका पहला वचन पढ़ेंगे तो पता चलता है कि ओल्ड टेस्टमेंट के साथ इसका रिलेशन है, राइट? एंड नॉट ओनली दैट, अभी व्हेन यू कम टू चैप्टर 1 verses 23, 1:23, you know, chapter 1 verses 23, ഏഷ്യ ചാപ്റ്റർ 9 വേഴ്സസ് 6 का കൊട്ടേഷൻ है. ഏഷ്യ 9:6 കൊട്ടേഷനാണ് 1:23. നിനക്ക് ഒരു മകൻ ജനിക്കും, ഇമ്മാനുവേൽ എന്ന അർത്ഥമുള്ള ദൈവം നമ്മളോട് കൂടെ, परमेश्वर हमारे साथ है, इम्मानुएल. वो किधर से है? एशिया चैप्टर 9 वर्सेस 6 का कोटेशन है करके हम लोग देख सकते हैं. ओके, कम टू चैप्टर 2, 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, chapter 2 verses 5 and 6. Again an Old Testament quotation. മീക 5:2 ആണ് അവിടെ മത്തായി ഉദ്ധരിക്കുന്നത്. മീക 5:2. മീക चैप्टर 5 verses 2 को जो है कोट कर रहा है मैथ्यू in chapter 2 verses 5 and 6. Can somebody read it in Hindi? Hindi just पढ़िए उसे. उन्होंने उससे कहा, यहूदिया के बेतलहम में, क्योंकि भविष्यवक्ता के द्वारा यूं लिखा गया है, हे बेतलहम, तू जो यहूदा के प्रदेश में है, तो किसी भी रीति से यहूदा के अधिकारियों में सबसे छोटा नहीं, क्योंकि तुझ में से एक अधिपति निकलेगा जो मेरी प्रजा इज़राइल की रखवाली करेगा. ओके, तो वहां पर ബെത്ലഹേം से निकलेगा, ബെത്ലഹേമിൽ നിന്ന് ജനിക്കുമെന്ന് മീക 5:2 പറഞ്ഞിട്ടുണ്ട് മെഷിയയെ കുറിച്ച്. ഓക്കെ, ചാപ്റ്റർ 2 verses 15, 2:15, ചാപ്റ്റർ 2 verses 15, ഔട്ട് ഓഫ് ഈജിപ്റ്റ് ഐ കോൾഡ് മൈ സൺ. 15-ാമത്തെ വാക്യം നോക്കിക്കേ, അവിടെ കൊടുത്തിരിക്കുന്നത് മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. और क्या लिखा है? भविष्यवक्ता के द्वारा कहा गया था कि मैंने अपने पुत्र को मिस्र से बुलाया
गया करके, तो वो वचन को पूरा हुआ है. ഓൾഡ് ടെസ്റ്റ്മെന്റ് में जो बोला हुआ वचन पूरा हो गया. പഴയ നിയമത്തിൽ പറഞ്ഞ വചനം പൂർണ്ണമായി. എവിടെ എഴുതിയിരിക്കുന്നത്? There are 3 verses. ഓഷിയ ചാപ്റ്റർ 11 വേഴ്സസ് 1, ഓഷിയ പ്രവാചന്റെ പുസ്തകം 11:1, ഓഷിയ 11:1, गिनती 24:8, നമ്പേഴ്സ് 24:8, സംഖ്യാ പുസ്തകം 24:8, Exodus chapter 4 verses 22, കറൂജ് 4:22, പുറപ്പാട് പുസ്തകം 4:22, പുറപ്പാട് പുസ്തകം 4:22. ഈ വാക്യങ്ങളുടെ നിവൃത്തിയാണ് ഈ 2:15 നമുക്ക് കാണാൻ കഴിയുന്നത്. മിസ്രൈമിൽ കർത്താവ് യേശുക്രിസ്തു അല്പകാലം പോയായിരുന്നു. ഹെരോദാവ് കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ പോയതും ആ മിസ്രൈമിൽ നിന്ന് വന്നതും ദൈവത്തിൻ്റെ വചനത്തിന് നിവൃത്തിയാണെന്ന് പറയുകയാണ്. मिस्र में थोड़ा टाइम के लिए यीशु मसीह गया था. वहाँ से जब वापस आया तो मती कहता है कि वो भी परमेश्वर का वचन में जिक्र किया है. അതും ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. Then chapter 2 verses 17 and 18, രണ്ടാം അധ്യായം അതിൻ്റെ 17-18 വാക്യം. That is a fulfillment of Jeremiah 31:15. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൻ്റെ നിവൃത്തിയാണ് 2:17-18 वाक्य. 2 का 17 और 18 जो है जरमिया 31:15 का फुलफिलमेंट है. सो मैं जस्ट फ्यू एग्जाम्पल्स दिए हैं. देर आर मोर देन 60 ओल्ड टेस्टमेंट कोटेशंस. 60 പരം പഴയ നിയമത്തിൻ്റെ വചനങ്ങളെ മത്തായി കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തതിൻ്റെ നിവൃത്തിയാണ്. ओल्ड टेस्टमेंट में जो प्रभु ने वायदा किया तो वायदे का फुलफिलमेंट है कर यीशु मसीह मत्ती जो है अपना सुसमाचार में कहता है. अराउंड 60 ओल्ड टेस्टमेंट कोटेशंस को मैथ्यू अपने गॉस्पल में 28 चैप्टर्स में बता रहा है. सो डेलिबरेट एंड डायरेक्ट टाइज टू ओल्ड टेस्टमेंट. ഓക്കെ, പഴയ നിയമമായിട്ട് ഈ സുവിശേഷം വളരെ കോർത്തിണക്കി, ഈ കയറ് നിങ്ങൾ കാണുന്നത് പോലെ പഴയ നിയമത്തെ വളരെ കോർത്തിണക്കി വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? ഈ പറയാൻ പോകുന്ന യേശുവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ഇതൊരു പുതിയ കാര്യമല്ല, പഴയ നിയമത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് में ऑलरेडी कहा गया बात है, कोई नया बात मती नहीं कह रहा है हमसे. दैट इज अ नंबर 1 थिंग दैट वी लर्न. नंबर 2, ये मैथ्यू गॉस्पल में देर आर 5 ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ 5 പാഠങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 5 ടീച്ചിങ്സ്. മാത്യു ചാപ്റ്റർ 5-7, മത്തായി എഴുതിയ സുവിശേഷം 5-7, അതിനെ സർമൺ ഓൺ ദി മൗണ്ടും ഗിരിപ്രഭാഷണം എന്നൊക്കെ വിളിക്കാറുണ്ട്, പർവ്വത പ്രസംഗം എന്നൊക്കെ. പഹാഡി പേഗാം കർക്കെ കേത്തെ മാത്യു ചാപ്റ്റർ 5-7. രണ്ടാമത്തെ പ്രസംഗം മാത്യു ചാപ്റ്റർ 10, 10 അധ്യായമാണ്. മൂന്നാമത്തത് മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായമാണ്, 13 अध्याय है. उसके बाद മാത്യു ചാപ്റ്റർ 18, 18 അധ്യായമാണ്. ആൻഡ് उसके बाद മാത്യു ചാപ്റ്റർ 23-25, 23 തൊട്ട് 25 വരെയുള്ള അധ്യായങ്ങൾ. So as of there are 5 teachings, 5 teachings നമുക്ക് കാണാൻ കഴിയും തുടർമാനമായി മത്തായി എഴുതിയ സുവിശേഷത്തിൽ. Now let me tell you one thing. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പഠിക്കണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം പഠിക്കണം. ओके, यीशु मसीह का टीचिंग को अगर सीखना है तो मत्ती का सुसमाचार हम लोगों को सीखना है. और यीशु मसीह ने क्या कहा था आखिर में? കർത്താവ് യേശു ക്രിസ്തു എന്താ ഏറ്റവും അവസാനം പറഞ്ഞെന്നറിയാമോ? മാത്യു 28 വേഴ്സസ് 19 and 20. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 19-20 വാക്യം നോക്കി യേശു എന്താ അന്ത്യകൽപ്പനയായിട്ട് പറഞ്ഞത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പം ഈ സുവിശേഷത്തിൽ 5 ഉപദേശങ്ങളെ
അല്ലെങ്കിൽ 5 പ്രസംഗങ്ങളെ നിരത്തി വെച്ചിട്ട് പറയുകയാണ് അവസാനം, ഇതെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ये सुसमाचार में 5 प्रीचिंग को जो है, यीशु मसीह का 5 टीचिंग को पिलर के जैसा रखकर चैप्टर 28 के एंड में कहता है कि ये सारे कौमों को, चेलों को सिखाओ, teach them and make them my disciples. So Matthew Gospel gives very important to Jesus teaching. യേശുവിൻ്റെ ആ ടീച്ചിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. Now one interesting thing, ഒരു ഇൻട്രസ്റ്റിംഗ് ഭാഗം നമ്മൾ നോക്കണേ. ചാപ്റ്റർ 5 ജസസ് 1 ജറായി, 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്കൊന്ന് വരാം. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 5:1. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി, क्या वहां पर? वो इस भीड़ को देखकर पहाड़ पर चढ़ा. राइट नाउ മാത്യു एक बात को ഫോളോ करता है. മത്തായി ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ട്. എന്താന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം, എന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. मेरे साथ आप लोग आएंगे तो ही आप लोग उस बात को अच्छी तरह समझ आ पाएंगे. ചാപ്റ്റർ 2 में ജറായി, 2-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാം അധ്യായം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വഹാപ്പർ അവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. യേശു മിസ്രൈമിലേക്ക് പോയി അല്ലേ? വേഴ്സസ് 13-15, 2-13 വാക്യത്തിൽ നോക്കിക്കേ. യേശു മിസ്രൈമിൽ പോയി. 2-13 से लेके 15 में देखा यीशु मसीह मिस्र में गया था ना, इजिप्ट में, राइट? और इजिप्ट से वापिस आया, മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു. ഡിഡ് യു സീ ദാറ്റ്? മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു. ആൻഡ് ദെൻ കം ടു ചാപ്റ്റർ 3, 3-ാം അധ്യായത്തിലേക്ക് വരാം. ആൻഡ് ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ്? വേഴ്സസ് 16, 16-ാം വാക്യം വായിക്കുമ്പോൾ ജീസസ് ഇസ് ബാപ്റ്റൈസിങ്, സ്നാനപ്പെടുകയാണ്. ജീസസ് ഇസ് ബാപ്റ്റൈസിങ്, യേശു സ്നാനപ്പെടുകയാണ്. യേശു ബപ്തിസ്മ ले रहा है. കം ടു ചാപ്റ്റർ 4, 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായം വേഴ്സസ് 2, उसका दूसरा वचन जरा देखिए. 4:2 നോക്കിക്കേ. 4:2. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അവന് വിശന്നു. 4:1 നോക്കിക്കേ. 4:1. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിൽ എത്ര ദിവസം? 40 രാവും 40 രാത്രിയും പകലും. हिंदी में बोलता हूं. 1 और 2 वचन जरा देखिए. चैप्टर 4 के 1 और 2. तब उस समय आत्मा यीशु को जंगल में, नहीं तो बियाबान में, डेसर्ट में ले गया ताकि इबलीस से परीक्षा हो जाए. दूसरा वचन देखे. वो 40 दिन और 40 रात निरंतर रहा, उपवास किया. अंत में उसे भूख लगी. आर यू फॉलोइंग इट? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിസ്ര से बाहर आया, മിസ്രൈമിൽ നിന്ന് വെളി വന്നു. नंबर 1. 2 സ്നാനപ്പെട്ടു. दूसरा जो बपतिस्मा लिया. नंबर 3 40 days ജംഗൽ में, 40 സംവത്സരം 40 ദിവസം രാവും പകലും മരുഭൂമിയിൽ. ഈ കോൺസെപ്റ്റ് പിക്ചർ, ഇതെന്തോത്തിന്റെ പിക്ചറാ? ഓൾഡ് ടെസ്റ്റ്മെന്റ് പിക്ചറാണ്, പഴയ നിയമത്തിന്റെ പിക്ചറാണ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വെളിക്കൊണ്ടുവന്നു, ചെങ്കടൽ കടന്നു. അതിനുശേഷം അവർ എത്ര വർഷം മരുഭൂമിയിലായിരുന്നു? 40 വർഷം മരുഭൂമിയിലായിരുന്നു. कितना साल तक? ये ओल्ड टेस्टमेंट का पिक्चर है. ये इसराइल के लोग मिस्र से बाहर आए, लाल समुंदर से गुजरे, 40 years 40 साल बियाबान में थे, मरुस्थल में थे. മാത്യു is following that picture. ആ പിക്ചറിനെ മത്തായി ഫോളോ ചെയ്യുക. എന്നിട്ട് മരുഭൂമിയിൽ ചെന്നിട്ട് എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ഇൻ ദ ഡെസേർട്ട്? बियाबान में क्या हुआ? God gave 10 commandments. ദൈവം 10 കൽപ്പന കൊടുത്തു. ടു ഹൂം? മോസസിന് 10 കൽപ്പന കൊടുത്തു അല്ലേ? കിതർ ദിയ 10 commandments? ഓൺ ദ മൗണ്ടൻ. പർവ്വതത്തിൽ കർത്താവ് 10 കൽപ്പന കൊടുത്തു അല്ലേ മോശയ്ക്ക്? Now come to chapter 5 verses 1. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരാം. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി അവൻ
ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ച് തുടങ്ങി. देखो, वो उस इस भीड़ को देखकर पहाड़ पर चढ़ा और वो बैठ गया, और उसके चेले उसके पास आए और वो अपना मुंह खोलकर उन्हें यह उपदेश देने लगा. Did you see that Old Testament? പഴയ നിയമം കണ്ടോ അവിടെ? സോ ആർക്കാണ് ദൈവം കൽപ്പന കൊടുത്തത് പഴയ നിയമത്തിൽ? മോശയ്ക്ക്. കിസ്കോ परमेश्वर ने आज्ञा दिया था? मूसा को. लेकिन यहां पर യേശു മസീഹ്, ജീസസ് ഇസ് ദ ന്യൂ മോസസ്. യേശു കർത്താവ് ഒരു പുതിയ മോശയെ പോലെ, ഒരു പുതിയ പുറപ്പാട് പാപികൾക്ക് തരാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. यीशु मसीह एक नया मोसेस, एक नया डिपार्चर, एक नया छुटकारा देने के लिए आया हुआ न्यू डिलीवरर, न्यू रिडीमर, न्यू മോസസ് करके മാത്യു हमको बता रहा है. പുതിയ മോശയാണ് പുതിയ പുറപ്പാട് തരാൻ. പഴയ മോശ ഫറവോനിൽ നിന്നാണ് നമ്മളെ വിടുവിച്ചെങ്കിൽ, പുതിയ മോശ ഫറവോനിൽ നിന്നല്ല, പിശാചിൽ നിന്നും, പാപത്തിൽ നിന്നും, अंधकारത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി വന്നു. पुराना मूसा ने फरवोन से लोगों को छुड़ाया, तो नया मूसा फरवोन से नहीं छुड़ा रहा है, बल्कि किससे छुड़ा रहा है? किससे छुड़ा रहा है? अंधकार से, पाप से, शैतान से, दुनिया के हर एक ताकतों से परमेश्वर हमें छुड़ाने के लिए आया हुआ है. आर यू अंडरस्टैंडिंग इट? So Jesus is the new Moses. മോശ എത്ര പുസ്തകമാണ് എഴുതിയത്? How many books Moses wrote? Can anybody tell me? എത്ര പുസ്തകം എഴുതി മോശ? 5 പുസ്തകം. Right? ജീസസ് का टीचिंग कितना है? ജീസസ് ने टीचिंग എത്ര ഉണ്ട് മത്തായി സുവിശേഷത്തിൽ? 5. Did you see that? So Jesus is the new Moses. Jesus is the prophet greater than Moses. മോശയേക്കാൾ വലിയ പ്രവാചകൻ, മോശയേക്കാൾ വലിയവനായിരിക്കുന്ന വന്നിരിക്കുന്നു. The king has arrived. The Messiah has arrived. The new prophet, the new Moses has arrived. Okay? പുതിയ നിയമം വന്നിരിക്കുന്നു. A new covenant has arrived. Old is gone. പഴയ നിയമം പോയി. New has come. New covenant has come. Okay? So you should follow this. ഇത് മനസ്സിലാക്കണം. There are 5 teachings in the Matthew's Gospel. 5 യേശുവിൻ്റെ ഉപദേശങ്ങളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. These are called 5 pillars of Matthew's Gospel. Okay? Next one. അടുത്ത ഭാഗം നമുക്ക് പോകാം. Okay, അടുത്ത ഭാഗം. अगला भाग जो है is the during his earthly ministry, Jesus focuses on the lost sheep of Israel. യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ ആയിരുന്നു യേശു അന്വേഷിച്ചു വന്നത്. എന്നാൽ തൻ്റെ മരണവും ഉയർപ്പുമുള്ള ബന്ധത്തിൽ എന്താ പറ്റി? മന്ദിരത്തിൻ്റെ തിരശീല മേള് തൊട്ട് താഴെ വരെ കീറിപ്പോയി, അത് 2ആയി. അങ്ങനെ എന്താ ഇവിടെ കാണിക്കുന്നത്? യഹൂദനെ മാത്രമല്ല, എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് വരാനുള്ള വഴിയെ യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം തുറന്നു തന്നു. ഓക്കെ, നമ്മൾ വാക്യങ്ങളൊക്കെ വായിക്കാം, പേടിക്കണ്ട. देखिए चैप्टर 10 जरा 6 जरा पढ़ी, 10 का 6 जरा पढ़ी. परंतु इज़राइल के घराने की खोई हुई भेड़ों के पास जाना. हाँ, तो यीशु मसीह का जो अर्थली मिनिस्ट्री था, मैथ्यू कह रहा है, ही वॉज फोकसिंग मेनली ऑन द लॉस्ट शीप ऑफ इसराइल. इसराइल का जो खोए हुए भेड़ को यीशु मसीह फोकस कर रहा था. उसका मतलब ये नहीं है कि he was not intending for Gentiles, but on the earthly ministry was focusing on the people of lost people in Israel. लेकिन यीशु मसीह के मृत्यु के बाद मंदिर का पर्दा जो है ऊपर से के नीचे तक फट गया और वो 2 टुकड़ा हो गया.
और दो टुकड़ा हुआ, ये बात बताता है कि अब एक नया जमाना शुरू हुआ है कि सारे लोग जो है പ്രഭു की उपस्थिति में പ്രസൻസ് में आ सकते हैं. എല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വരാൻ കഴിയുന്നതാണ് ഈ തിരശ്ശീല മേളിൽ താഴെ തൊട്ട് കീറിയതിന്റെ അർത്ഥം. ഓക്കെ, 27-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പഠിയ ജറ 27, ചാപ്റ്റർ 27 വേഴ്സസ് 51. ഞാനിവിടെ മലയാളത്തിൽ വായിക്കാം, നിങ്ങൾ വായിച്ചാൽ മതി അവിടെ ശ്രദ്ധിച്ച്. आप लोग अपने अपने बाइबल को खोल के पढ़िए. मैं इधर हिंदी और मलयालम में पढ़ता हूं, आप लोग और से देखिए. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. और देखो मंदिर का पर्दा ऊपर से नीचे तक फट कर दो टुकड़े हो गए. फटकर दो टुकड़े हो गए. ये किसी इंसान ने नहीं किया. ഇത് ഒരു മനുഷ്യൻ ചെയ്തതല്ല. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ കർട്ടൻ പോലല്ല ഈ കർട്ടൻ, അത് വേറെ വിഷയം. നമ്മുടെ വീട്ടിലെ കർട്ടൻ നമ്മൾ കീറുമ്പോൾ താഴെ നിന്ന് കീറുമോ മേളിൽ നിന്ന് കീറുമോ? हम अपने घर का कर्टन फाड़ेंगे तो नीचे से फाड़ेंगे ऊपर से फाड़ेंगे? ज्यादातर नीचे से ही फाड़ेंगे ना. ये ऊपर से नीचे फटा. दिस shows that this was done by God himself. It is a divine thing. ഇതൊരു ദൈവികമായി നടന്നൊരു വിഷയമാണ്. So through Jesus' death, everybody can come to the presence of God. യേശുവിൻ്റെ മരണം മൂലം എല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് വരാം എന്നുള്ള ഒരു വാർത്തയാണ് മത്തായി നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്യു നമുക്ക് സിക്കാത്ത हुआ न्यूज़ क्या है? It is not just lost sheep of Israel, but also the lost sheep of all nations. The way is open. വഴി തുറന്നിരിക്കുന്നു and everybody can enter. Okay? The next one. Did you see the different people? വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ജ്യൂസ്, യഹൂദന്മാർ മാത്രമല്ല. ഇറ്റ് ഈസ് ഓൾ നേഷൻസ്, സകല ജാതികളും. സോ വെൻ യു റീഡ് മാത്യു ഗോസ്പൽ, നോട്ടീസ് ദിസ് മിഷൻസ് ടു ദ ജെൻറ്റൈൽസ്. ജാതികളോടുള്ള ദൗത്യം നമുക്ക് കാണാൻ കഴിയും. യുനോ, ആ വംശാവലിയിലേക്ക് ഒന്ന് വന്നാട്ടെ. वो नसबनामा में जरा आइए, वंशावली में जरा आइए. वहां पर 4 औरतों का नाम लिखा है. 4 സ്ത്രീകളെ അവിടെ പരാമർശിക്കുന്നുണ്ട് അല്ലേ? नसबनामा में जरा देखिए, वंशावली में 4 औरतों का नाम है. कौन कौन सा है? कौन बता सकता है? ആരൊക്കെയാന്ന് പറയാമോ? तामार, हाँ, राहाब, तामार, राहाब, हाँ, बातशेबा हाँ, और मैरी, रूथ. तामार, राहाब, रूथ, बातशेबा. 4 औरतों का देखा. 4 സ്ത്രീകളെ കണ്ടോ? വേഴ്സസ് 3 ആൻഡ് വേഴ്സസ് 5, 3-5 വാക്യം. जिसमें रूथ इज नॉट ए ज्यू. रूथ ഒരു യഹൂദ സ്ത്രീ അല്ല, റൈറ്റ്? റാഹാബ് ഈസ് ഓൾസോ നോട്ട് എ ജ്യൂ. റാഹാബും യഹൂദ സ്ത്രീ അല്ല. ഹു ആർ ദേ? അവരാരാണ്? അവർ ജാതികളാണ്. ദേ ആർ ജെൻറ്റൈൽസ്. രൂത്ത് മോഹാബി സ്ത്രീയും പിന്നെ രാഹാബ് ജെരിഹോയിൽ താമസിച്ച കനാനി സ്ത്രീയായിരുന്നു. ഓക്കെ, സോ 2 ഡിഫറെൻറ്റ് പീപ്പിൾ, നോട്ട് ഫ്രം ജൂഷ്, ലേക്കിൻ യേശു മസീഹ ഫാമിലി മേ ഹെ. യേശുവിൻ്റെ കുടുംബത്തിലാണ്. എന്തോ എൻ്റെ അർത്ഥം? യേശു വന്നത് യഹൂദന്മാരെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയല്ല, സകല ജാതികളെയും. യേശു മസീഹ് सारे जातियों को बचाने के लिए आया कर हम लोग देखते हैं. യേശു മസീഹ് को ढूंढ कर कौन आया? യേശുവിനെ അന്വേഷിച്ച് വന്ന ആ ജ്ഞാനികൾ അവരാരാണ്? യഹൂദന്മാരല്ല, അവർ ജാതികളാണ്. യേശു മസീഹ് को जो ढूंढ कर आए हुए ज्ञानी लोग थे, वाइस men, they are not Jewish people, they are also Gentiles. वो भी जाति लोग थे. Come to chapter 4 verses 12 to 16. 4-ാം അധ്യായത്തിന്റെ 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ देखते कि जीसस का मिनिस्ट्री किधर शुरू हुआ. യേശുവിന്റെ മിനിസ്ട്രി എവിടെയായിരുന്നു തുടങ്ങിയത്? യാ, പ്ലീസ് റീഡ് 12 till 16. 4-ന്റെ 12 തൊട്ട് 16 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചോ. ഹിന്ദി में जरा पढ़िए से. जब उसने यह सुना कि यूहन्ना बंदी बना लिया गया है, तो वह गलील को चला गया और वह नासरत को छोड़कर कफरनहूम में
जो झील के किनारे ज़ुबूलून और नप्तली के देश में है, जाकर रहने लगा, ताकि जो यशाया भविष्यवक्ता के द्वारा कहा गया था वह पूरा हो। ज़ुबूलून और नप्तली के देश झील के मार्ग से यरदन के पार अन्य जातियों का गलील। जो लोग अंधकार में बैठे थे उन्होंने बड़ी ज्योति देखी, और जो मृत्यु के देश और छाया में बैठे थे उन पर ज्योति चमकी। हाँ, उधर देखिए आपने, किसके कौन सा जगह पर गया यीशु मसीह? अन्य जातियों के ഗലീല में 15 വചനം ജര ദേക്കേ. 4-15 വാക്യം നോക്കിക്കേ, അവിടെ കൊടുത്തിരിക്കുന്ന പദം നോക്കിക്കേ. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതിന്റെ മുമ്പത്തെ വാക്യമാണെന്ന് തോന്നുന്നു. യെസ്, യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ജാതികളുടെ ഗലീലയും. അപ്പൊ യേശുവിന്റെ ആ പ്രവർത്തനം തുടങ്ങിയത് തന്നെ ജാതികളുടെ ഗലീലയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. जातियों के गलीला में यीशु मसीह ने अपनी सेवकाई शुरू किया था. मैथ्यू चैप्टर 28 वर्सेस 19 ജര देखिए. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ 19 വാക്യം നോക്കിക്കേ. അവിടെ കൊടുത്തിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് സകല ജാതികളെയും നേഷൻസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. वहां पर देखो क्या लिखा है 19 में, इसलिए तुम जाकर सब जातियों के नॉट जस्ट ज्यूस, सब जातियों को. Okay, so Matthew gospel tells this gospel is for the Gentiles, for all nations. എല്ലാ ജാതികൾക്കും വേണ്ടിയാണ്, എല്ലാ ദേശക്കാർക്കും വേണ്ടിയാണ് ഈ സുവിശേഷം എന്ന് മത്തായി പറയുകയാണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ്? ഇതാണ് അബ്രഹാമിന്റെ ബ്ലെസ്സിങ്. ഹേ അബ്രഹാം ക ബ്ലെസ്സിങ്. മനസ്സിലായോ? അത് അബ്രഹാമിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ കുറെ ആടുമാടും ഒട്ടകമൊക്കെ കിട്ടുന്നതല്ല കേട്ടോ. ഇങ്ങനെയാണ് പലരും പ്രസംഗം നടക്കുന്നത്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, കുറെ വീട് സ്വത്തും ഒക്കെ കിട്ടും. അതല്ല അബ്രഹാമിന്റെ അനുഗ്രഹം. अब्राहम का ब्लेसिंग बोलकर लोग क्या बोलते हैं, तुमको वहां गाड़ी मिलेगा, घर मिलेगा. वो नहीं अब्राहम का ब्लेसिंग. अब्राहम का ब्लेसिंग क्या है? अब्राहम को परमेश्वर ने क्या कहा? तेरे बेटे के जरिए से दुनिया के तमाम लोग आशीषित पाएंगे. നിന്റെ മകൻ മുഖാന്തരം അല്ലെ നീ മുഖാന്തരം ലോകത്തിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്താ അനുഗ്രഹം? രക്ഷ എന്നുള്ള അനുഗ്രഹം. രക്ഷിക്കപ്പെടും, ദൈവമക്കളായിത്തീരും, ദൈവസന്തതികളായിത്തീരും, പാപമോചനം ലഭിക്കുമെന്നുള്ള ആത്മീക അനുഗ്രഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതാണ് അബ്രഹാമിന്റെ സന്തതിയായ യേശുക്രിസ്തു മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. अब्राहम का बेटा यीशु मसीह के जरिए से सारे जाति के लोग ये साल्वेशन का ब्लेसिंग, नॉट फाइनेंशियल ब्लेसिंग, साल्वेशन का ब्लेसिंग को पाएगा करके लिखा है. അടുത്ത കാര്യം, मैथ्यू गॉस्पेल में चर्च करके वर्ड को हम लोग देख सकते हैं. മത്തായി എഴുതിയ സുവിശേഷത്തിൽ സഭ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കണം, मैं पहले मलयालम में बोलूंगा फिर हिंदी में बोलूंगा, आप लोग ध्यान से सुनिएगा. जब मत्ती का सुसमाचार जब लिखा गया था तब जेरूशलेम का टेम्पल ऑलमोस्ट चले गया था उनके हाथों से. യെരുശലേം ആലയം അവിടെ നഷ്ടപ്പെടുവാനിടയായിരുന്നു. ആ യെരുശലേം ആലയം നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ അവർക്ക് കൂടി വന്ന സ്ഥലമായിരുന്നു സിനഗോഗുകളായിരുന്നു അവർ കൂടി വന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മത്തായി ഈ സുവിശേഷം എഴുതുമ്പോൾ ഈ സിനഗോഗും ദൈവസഭയുടെ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ദൈവമക്കൾ ആരാധിച്ചു വന്നുകൊണ്ടിരുന്നത് ഭവനങ്ങളിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളിലുമായിരുന്നു. യഹൂദന്മാർ കൂടി വരുന്ന പള്ളികളിൽ അവർ പോയിരുന്നില്ല, അവർ ഭവനങ്ങളിൽ കൂടിയിരുന്ന് ആരാധിച്ചു. അപ്പോൾ ഈ ഭവനങ്ങളിൽ കൂടിയിരുന്ന് ആരാധിച്ച ഈ കൂട്ടത്തെ എന്താ വിളിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സഭ. ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിനെ ആരാധിക്കുകയും അനുഗമിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടരെയാണ് ക്രിസ്തുവിൻ്റെ സഭ, ചർച്ച് എന്ന് വിളിക്കുന്നത്. चर्च किसको बुलाते? देखिए, जब ये मंदिर इनके हाथ से चले गया तो यहूदी लोग मिलते थे सिनेगोग में.
सिनागोग यहूदी लोग मिलता हुआ जगह था, लेकिन प्रभु के लोग जो यीशु मसीह पर विश्वास किए थे वो लोग सिनागोग में नहीं मिलने शुरू हो गए, बल्कि किधर मिलने गए? ये लोग अपने अपने घरों में मिलते थे, छोटी छोटी संगति में मिलते थे। यीशु पर विश्वास कर कर, यीशु को फॉलो कर कर, यीशु को आराधना करने वाले लोग मिला हुआ जगह, हाँ, when they gather in a small place, that place is called as the church. ठीक है? अभी सिनागोग है या चर्च है, ओल्ड टेस्टमेंट का प्रॉमिस को फुलफिल किया हुआ कौन सा जगह है? പഴയ നിയമത്തിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചത് യഹൂദന്റെ വള്ളിയാണോ അതോ ക്രിസ്തുവിന്റെ സഭയാണോ? विच इज द टू? कौन सा यहूदियों का कलीसिया या मसीह की कलीसिया? कौन सा चीज ने ओल्ड टेस्टमेंट के प्रॉमिस को फुलफिल किया? इट इज नॉट सिनेगॉग्स, इट इज द चर्च, मसीह की कलीसिया ने। क्योंकि मसीह की कलीसिया परमेश्वर यीशु मसीह पर विश्वास किया, मसीह की कलीसिया ने उस यीशु पर विश्वास किया जो ओल्ड टेस्टमेंट में प्रोफेसई किया था। പഴയ നിയമം വാഗ്ദത്തം ചെയ്ത ആ മെഷിയായെ വിശ്വസിക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ സഭയാണ് യഥാർത്ഥമായി പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്ത അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കാണുന്ന ദൈവത്തിന്റെ സഭ എന്നുള്ളത്. സോ ചർച്ച് ഇസ് ഗോഡ്സ് അസംബ്ലി, ചർച്ച് ഇസ് ഗോഡ്സ് ലിവിങ് ഹൗസ് ഹോൾഡ്. ദൈവത്തിന്റെ ഗ്രഹമാണ് ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ മക്കൾ കൂടി വരുന്നതാണ് ദൈവത്തിന്റെ സഭ. ചർച്ച് ഇസ് നോട്ട് ബിൽഡിംഗ്, സഭ ഒരു ബിൽഡിംഗ് അല്ല. ചർച്ച് ഇസ് നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ്, ചർച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സേവ്ഡ് പീപ്പിൾ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. മനസ്സിലാവുന്നുണ്ടോ? ലോക്കൽ സഭയിൽ രക്ഷിക്കപ്പെടാത്തവരും ഉണ്ട്, രക്ഷിക്കപ്പെട്ടവരും ഉണ്ടെങ്കിലും ക്രിസ്തുവിന്റെ സഭയിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. गौर से सुनना, मैं बोलता हूं बात आगे. एक लोकल चर्च में सेव्ड पीपल भी है, अनसेव्ड पीपल भी है, लेकिन मसीह की कलीसिया में सेव्ड पीपल खाली ही है. ओके, सो यू शुड अंडरस्टैंड दिस. ചർച്ച് ഇസ് എ പ്ലേസ് ഫോർ ദ സേവ്ഡ് പീപ്പിൾ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ, അല്ല ക്ലബല്ല. ഇതൊരു എന്തു പറയുന്നേ, വിവാഹം നടക്കാൻ വേണ്ടി കൂടി വരുന്ന ഒരു സംഗമമല്ല. ഷാദി ഹോനെ കെ ലിയെ, ഫ്യൂണറൽ ഹോനെ കെ ലിയെ, ഫ്യൂണറൽ നടക്കാൻ വേണ്ടിയോ കല്യാണം നടക്കാൻ വേണ്ടിയോ അങ്ങനെയൊക്കെയുള്ള നടക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. ചർച്ച് is the household of God. ദൈവത്തിന്റെ ഗ്രഹമാണ് ദൈവത്തിന്റെ സഭ. That is what we can see. Let's read Matthew chapter 16 verses 18. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞ ഉദ്ധരണികളൊന്ന് നോക്കിയാട്ടെ. യേശു മസീനെ ക്യാ ബോലാ ജറാ ദേഖിയേ. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. और मैं भी तुझसे कहता हूं कि तू पत्रोस है और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा. कलीसिया किसका है? यीशु मसीह का है. यीशु मसीह अपनी कलीसिया को बनाएगा. യേശു കർത്താവ് തൻ്റെ സഭയെ പണിയും എന്നവിടെ പറയുകയാണ്. ഇവിടെ ചിലർ വിചാരിക്കുന്നത് യേശു പത്രോസിന്റെ മണ്ടയില്ല ദൈവസഭ പണിതെന്നാണ്. പക്ഷെ അത് അധ്യായം വരുമ്പോൾ ഞാനത് വ്യാഖ്യാനിക്കാം. പത്രോസിന്റെ മണ്ടയിലൊന്നുമല്ല, യേശുക്രിസ്തു മാത്രമാണ് അടിസ്ഥാനം. യേശുക്രിസ്തു എന്നുള്ള അടിസ്ഥാനത്തിലാണ് സഭ പണിതിരിക്കുന്നത്. कुछ लोग ये वचन को उल्टा कर दिया. कुछ लोग बोला कि यीशु मसीह ने पत्रस के ऊपर जो है कलीसिया बनाया, वो है रोमन कैथलिक चर्च. അതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. कैथलिक चर्च वो सिखाते. जीसस ने किसके ऊपर बनाया? पीटर के ऊपर चर्च बनाया. क्योंकि उधर लिखा है ना कि मैं तुझसे कहता कि तू पत्थरों से, मैं और इस पत्थर पर अपनी कलीसिया बनाऊंगा. तो लोग बोलते हैं कि ये पत्थर जो है कौन है? पीटर के ऊपर, नहीं तो पीटर के बाद आए हुए पोप के ऊपर है कलीसिया. दैट इज रॉन्ग इंटरप्रिटेशन. पीटर के ऊपर नहीं कलीसिया बनाया है, यीशु मसीह है
the foundation of the church. Not Peter, not Pope, not pastor, not priest. ഒരു പ്രീസ്റ്റോ പാസ്റ്ററോ പോപ്പോ പീറ്ററോ ഒന്നുമല്ല സഭയുടെ അടിസ്ഥാനം. ജീസസ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. യേശു ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം. तो फिर ये पत्थर किसके बारे में? ഈ കല്ല്, ഈ പാറ എന്തിനെ കുറിച്ചാ? I'll just give an hint. Just read verse 17. 17ാമത്തെ വാക്യം നോക്കിക്കേ, 17 വചൻ. യേശു അവനോട്, ബർ യോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തി. എന്തോ വെളിപ്പെടുത്തി? मैं इसको हिंदी में समझाऊंगा. എന്ത് വെളിപ്പെടുത്തി? 16ാം വാക്യം എന്തോ വെളിപ്പെടുത്തി നോക്കിക്കേ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഇതാ വെളിപ്പെടുത്തിയത്. എന്തോ വെളിപ്പെടുത്തിയത്? നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു എന്നുള്ള ഈ സത്യം പിതാവായ ദൈവം പത്രോസിന് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. ഇത് പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ യേശു പറയുകയാണ്, പത്രോസെ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ. ഏത് പാറമേൽ? നീ ഇപ്പൊ എന്നെ കുറിച്ച് പ്രഖ്യാപിച്ച സത്യമുണ്ടല്ലോ, നിനക്ക് വെളിപ്പെടുത്തി തന്ന സത്യമുണ്ടല്ലോ, ഈ സത്യം എന്ന ഈ പാറമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. ठीक है, अब देखेंगे ये चट्टान क्या है करके. यीशु ने क्या कहा कि तू पत्थरों से और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा. राइट, 17 वचन में जरा देखें. 17. यीशु ने उसे उत्तर दिया कि शिमोन है, शिमोन यूना के पुत्र, तू धन्य है, तू मुबारक है, क्योंकि मांस और लहू ने नहीं परंतु मेरे पिता ने जो स्वर्ग में है वह ये बातें तुझे प्रकट की, जाहिर की. तो परमेश्वर ने, बाप ने पतरस को क्या जाहिर किया? 16 वचन में लिखा है क्या जाहिर किया. शीमोन पतरस ने उत्तर दिया कि तू जीवते परमेश्वर का पुत्र मसीहा है. यह बातें जाहिर किया पतरस को. राइट, तो पतरस को किसी मांस और लहू ने नहीं बल्कि परमेश्वर ने जाहिर करके बोला कि तू, यीशु मसीह कौन है? वो जीवते परमेश्वर का पुत्र मसीह है. ये बोलकर यीशु मसीह 18 में कहता है कि तू पतरस है और मैं इस पत्थर पर. कौन से पत्थर पर? जो बाप ने तुझे जाहिर किया ना कि मैं जीवते परमेश्वर का पुत्र हूं, इस पत्थर पर, इस सच्चाई पर मैं अपनी कलीसिया खड़ा करूंगा. पीटर के ऊपर नहीं बल्कि पीटर को जाहिर हो गया हुआ सच्चाई पर जो है കലിസിയ को खड़ा किया. പത്രോസിന്റെ മേളിലല്ല ഈ സഭ പണിതിരിക്കുന്നത്. പത്രോസിന് വെളിപ്പാടായി കിട്ടിയ ആ സത്യമുണ്ടല്ലോ, ആ സത്യത്തിന്റെ മേളിലാണ് സഭയെ പണിതിരിക്കുന്നത്. ദാറ്റ് ഇസ് വൈ റോമൻ കാത്തലിക് ചർച്ച് जो सिखाता है that is absolutely wrong. റോമൻ കത്തോലിക്ക പഠിപ്പിക്കുന്ന ആ പഠിപ്പിന് വളരെ തെറ്റാണ്. ഇറ്റ് ഇസ് നോട്ട് ഓൺ പീറ്റർ, നോട്ട് ഓൺ പോപ്പ്, ഇറ്റ് ഈസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലാണ് ഈ സഭ, ക്രിസ്തുവിൻ്റെ സഭ പണിതിരിക്കുന്നത്. There is one more verse. ഒരു വാക്യം കൂടെ നമുക്ക് തെളിവിന് വേണ്ടി വായിക്കാം. 1 Corinthians, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം, chapter 3. बाइबल को ऐसा पढ़ना है, एक वर्ड्स दूसरे वर्ड्स को कॉन्ट्रडिक्ट नहीं करना चाहिए, एक वर्ड्स दूसरे वर्ड्स को सपोर्ट करना चाहिए. ഒരു വാക്യം മറ്റൊരു വാക്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യണം, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യില്ല. നോക്കിക്കേ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, पहला कोरिन्थियों के खत, 3रा अध्याय, उसका 10वां वचन जरा देखिए. 1 Corinthians chapter 3 verses 10. मैं हिंदी में पढ़ता हूं, मलयालम में भी पढ़ता हूं, आप लोग उधर देखिए. वाइचो, परमेश्वर ने उस अनुग्रह के अनुसार जो मुझे दिया गया है, मैंने बुद्धिमान राजमिस्त्री के नाई नींव डाली और दूसरा उस पर रद्दा रखता है, परंतु हर एक मनुष्य चौकस रहे कि वो उस पर कैसा रखता है, क्योंकि उस नींव के चोट जो पड़ी है और वो यीशु मसीह है, कोई दूसरी नींव नहीं डाल सकता. कितना क्लियर है ले.
എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയയില്ല. അപ്പൊ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാണ് യേശുക്രിസ്തു. नींव डाला हुआ है, यीशु मसीह है वो, उसको हटाकर दूसरा कोई नींव नहीं रख सकता है. सो एक वर्स दूसरा वर्स कॉन्ट्रडिक्ट नहीं कर रहा है, बल्कि it tells that Jesus is the foundation of church, not Pope, not Peter. പോപ്പോ പത്രോസോ ആരുമല്ല അടിസ്ഥാനം, യേശു ക്രിസ്തുവാണ് അടിസ്ഥാനം. दूसरा एक वर्स हम लोग बाइबल प्रार्थना करने के टाइम बोलते हैं, പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്. टुडे in our Bible class few less people are coming, some are not well, some are busy in job. तो हम लोग क्या प्रार्थना करेंगे? നമ്മൾ എന്തോ പ്രാർത്ഥിക്കും? ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ 2-3 പേർ എൻ്റെ നാമത്തിൽ, കാരണം ആൾക്കാർ കുറവല്ലേ. लोग कम है ना, तो हम लोग क्या प्रार्थना करेंगे? जहां पर 2 या 3. ഇന്നൊരു 200 പേര് വന്ന് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കും. आज 200 लोग आए तो हम लोग ऐसा प्रार्थना करेंगे. जहां पर मीटिंग में कम लोग आते हैं तो हम लोग क्या प्रार्थना करता है? മീറ്റിങ്ങിൽ കുറച്ച് പേര് വരുമെങ്കിൽ നമ്മൾ പറയും 2-3 പേര് ഉള്ളിടത്ത് നീ ഉണ്ടെന്ന്. റൈറ്റ്? നമ്മൾ കബ് ബോൾത്തെ എപ്പോഴാണ് നമ്മൾ പറയുന്നത്? വെൻ പീപ്പിൾ ആർ ലെസ് ഇൻ ദ ചർച്ച്, സഭയിൽ ആൾക്കാർ കുറവാണെങ്കിൽ. എന്നാൽ ആ വാക്യം അങ്ങനല്ല. ലേക്കിൻ ഓ വചന ഐസ നെയ്യ്. പ്ലീസ് റീഡ് മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 15 ഓൺവേർഡ്സ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിന്ദി में जरा पढ़िए उसे, हिंदी में जरा पढ़िए. यदि तेरा भाई तेरे विरुद्ध अपराध करे तो जा और अकेले में बातचीत करके उसे समझा. यदि वह तेरी सुने तो तूने अपने भाई को पा लिया. यदि वह ना सुने तो 1 या 2 जन को अपने साथ और ले जा, कि हर एक बात 2 या 3 गवाहों के मुंह से निश्चित की जाए. यदि वह उनकी भी ना माने तो कलीसिया से कह दे. परंतु यदि वह कलीसिया वो वर्ड देखा, कलीसिया चर्च, കണ്ടോ? സഭയോട് ചർച്ച്. ആगे. परंतु यदि वह कलीसिया की भी ना माने तो तू उसे अन्य जाति और महसूल लेने वाले जैसा जान. मैं तुमसे सच सच कहता हूँ, जो कुछ तुम पृथ्वी पर बांधोगे वह स्वर्ग में बंधेगा, और जो कुछ पृथ्वी पर खोलोगे वह स्वर्ग में खुलेगा. फिर मैं तुमसे कहता हूँ, यदि तुम में से 2 जन पृथ्वी पर किसी बात के लिए एक मन होकर उसे मांगे तो वह मेरे पिता की ओर से जो स्वर्ग में है उनके लिए हो जाएगी. क्योंकि जहाँ 2 या 3 मेरे नाम पर इकट्ठा होते हैं वहाँ मैं उनके बीच में होता हूँ. എന്തതിനെ കുറിച്ചായി പറയുന്നത്? കിസ്കെ ബാരെ में बात कर रहा है ये? ആരെങ്കിലും ഒന്ന് പറയാം? कोई बता सकता है? To sort out the personal matters. Yes. चर्च डिसिप्लिन, चर्च डिसिप्लिन के बारे में ये. ओके? तो चर्च में डिसिप्लिन करने के वक्त जीसस कहता है, when you properly discipline, I am there in the midst of the church. ഞാൻ ആ സഭയുടെ മധ്യത്തിൽ ഉണ്ട്. കണ്ടോ? See, where is Jesus? Jesus is in the church, not in synagogue, not in false church. യേശു ക്രിസ്തു തൻ്റെ സഭയിൽ മധ്യത്തിലായിരിക്കുന്നു. ജീസസ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ചർച്ച്. കം ടു റെവലേഷൻ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 1-ാം അധ്യായം ചാപ്റ്റർ 1 ആൻഡ് വേഴ്സസ് 20. 20-ാമത്തെ വാക്യം. ചാപ്റ്റർ 1 വേഴ്സസ് 20. अर्थात उन 7 तारों का भेद जिन्हें तूने मेरे दाहिने हाथ में देखा था, और उन 7 सोने की दीवटों का भेद. वे 7 तारे 7 कलीसियाओं के दूत हैं, और वे 7 दीवट 7 कलीसियाएं हैं. See, the 7 stars are the angels of the 7 churches, and the 7 lampstands are the 7 churches. കണ്ടോ? 7 ദീപട്ട് ഹെ, 7 നിലവിളക്ക്. Where is Jesus? എവിടെ യേശു ക്രിസ്തു? വേഴ്സസ് 13, 13-ാമത്തെ വാക്യം.
13 वचन. और उन दीवटों के बीच में मनुष्य के पुत्र सदृश एक पुरुष को देखा. Jesus in the middle of the lampstand. സഭയുടെ എന്താ പറയുക, നിലവിളക്കുകളുടെ നടുവിൽ ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ lampstand. Jesus is in the midst of the church. Jesus is in the midst of the living church. ക്രിസ്തു സഭയുടെ മധ്യത്തിലായിരിക്കുന്നു. Christ is the foundation of the church. ക്രിസ്തു സഭയുടെ അടിസ്ഥാനവും. Christ is in the midst of the church. Okay? Matthew Gospel talks about the church. മത്തായിയുടെ സുവിശേഷം സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അവസാനമായി നമുക്കത് കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. The next thing, like you see in the photo നിങ്ങൾ കാണുന്ന പോലെ മുള്ളുകൊണ്ടുള്ള കിരീടമുണ്ട്, സ്വർണം കൊണ്ടുള്ള കിരീടം. എന്താ ഇതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തു രാജാവ് മാത്രമല്ല, യേശു ക്രിസ്തു യെശയ്യാവ് പറഞ്ഞ ആ ദുഃഖം അനുഭവിക്കുന്ന ആ ദാസനും കൂടെയാണ് എന്ന് മത്തായി പറയുക. മത്തായി നമുക്ക് बताता है Jesus is not just the son of David, Jesus is not just Emmanuel, Jesus is not just king of the Jews, യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല. Jesus is not just the beloved son of God, ദൈവത്തിൻ്റെ പ്രിയ പുത്രൻ മാത്രമല്ല. യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവായി മരിക്കുക മാത്രമല്ല, പിന്നെന്താ? അതുമാത്രമല്ല, പിന്നെ ആരാ? യേശു ക്രിസ്തു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ദുഃഖിക്കുന്ന, ദുഃഖം സഹിച്ച് ദൈവത്തിൻ്റെ ആ ക്രോധകലശം എടുത്ത് കുടിച്ച് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ ഒരു കുഞ്ഞാടിനെ പോലുള്ള, ഈസ് ഓൾസോ എ സഫറിംഗ് സെർവൻറ്റ്. ഈസ് നോട്ട് ജസ്റ്റ് സൺ ഓഫ് ഡേവിഡ്, but he is also a suffering servant who has come to take our sins. Chapter 20 verses 29. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. ട്വൻറ്റി എയ്റ്റ് 28. जैसे कि मनुष्य का पुत्र वह इसलिए नहीं आया कि उसकी सेवा टहल की जाए, परंतु इसलिए आया कि आप सेवा टहल करें और बहुतों की छुड़ौती के लिए अपने प्राण दे. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നിരിക്കുന്നു. അപ്പം താൻ രാജാവാണ്, ദാവീദിൻ്റെ സന്തതിയാണ്, ഇമ്മാനുവേലാണ്, യഹൂദന്മാർ രാജാവാണ്. അപ്പോൾ തന്നെ തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വേണ്ടി ആ മുൾക്കിരീടം ധരിക്കുവാൻ കൂടെ വന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പറഞ്ഞ ദാസനും കൂടെയാണ്. यीशु मसीह दाऊद का संतान भी है, परमेश्वर का पुत्र भी है, मैनुअल गॉड इज विद अस, वो भी है, सब कुछ है. लेकिन एट द सेम टाइम यशायाह नबी ने कहा 53 में 53 अध्याय में कहा हुआ, उस दास जो दुख उठाने के लिए आया हुआ, जो अपना जान दूसरों के खातिर देने के लिए आया हुआ दास भी है करके मत्ती हमसे कहता है. दिस आर द हाईलाइट्स ऑफ മാത്യു ഗോസ്പൽ. ഇതാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ लोग ने क्या क्या देखा था? नंबर 1, ओल्ड टेस्टमेंट एंड न्यू टेस्टमेंट का टाइज को देखा. सेकेंड, द टीचिंग ऑफ जीसस क्राइस्ट. 5 टीचिंग्स, 5 टीचिंग्स को हम लोग देख सकते हैं. जीसस इज द न्यू मोसेस. അടുത്തത് മൂന്നാമത്തെ നമ്മൾ കണ്ടത് ജീസസ് ആസ് the temple curtain is torn into 2. മന്ദിരത്തിൻ്റെ തിരശ്ശീല 2ആയി കീറി അത് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് രക്ഷയുടെ മാർഗം സകലർക്കും വേണ്ടി തുറന്നു. उद्धार का जो मार्ग है सबके लिए खुला गया. उसके बाद हम लोग ने देखा कि द मिशन टू द जेंटाइल्स, ജാതികളോട് ഉള്ള സംബന്ധത്തിൽ ദൗത്യം നമുക്ക് കാണാൻ കഴിയും. we can see lot of Gentiles in this gospel coming to salvation. And then we saw the church, ദൈവ സഭയെ കാണാൻ കഴിയും. Jesus fulfills all the Old Testament prophecies and promises. Jesus has come and he will build the church. Jesus is the foundation of the church and Jesus is in the midst of the church. യേശു കർത്താവ് സഭയുടെ അടിസ്ഥാനവും സഭയുടെ മധ്യത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. And that last we saw Jesus
is not just Emmanuel, God with us, but He's also a suffering servant. ദൈവം യേശുക്രിസ്തു ഇമ്മാനുവൽ, ദൈവം നമ്മളോടുകൂടെ എന്ന് പറയുന്നവൻ മാത്രമല്ല, ദുഃഖം എടുത്ത് അനുഭവിച്ച് ക്രൂശിൽ മരിച്ച് മുൾക്കിരീടം ധരിച്ച് നമ്മുടെ പകരക്കാരനായി കാൽവറി ക്രൂശിൽ മരിച്ച് നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടി, നമ്മളെ നീതീകരിക്കുവാൻ വേണ്ടി, തൻ്റെ സഭയിലെ അംഗമാക്കുവാൻ വേണ്ടി, തൻ്റെ രാജ്യത്തിൻ്റെ അംഗമാക്കുവാൻ, തൻ്റെ മക്കളാക്കുവാൻ വേണ്ടി, ഉनका बेटा बेटी बनाने के लिए, उनकी कलीसिया का भाग बनाने के लिए यीशु मसीह उस कांटों का ताज भी लिया कर हम लोग ने देखा. This is what Matthew wants to explain to us. ഇതാണ് മത്തായി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. So in the coming week we have class on Friday, next Tuesday and next Friday. So this will go until November. So हम लोग देखेंगे 2-3 चैप्टर्स एक साथ आगे को देखेंगे. 2-3 ചാപ്റ്റർ ഒരുമിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. Let's pray. May the Lord give us grace to understand. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാൻ. Let's close our eyes and let us pray.